ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇത് ഇവിടെ അടുത്തെത്താറായിട്ടുണ്ട്. നമുക്ക് സൂപ്പർ ആയിട്ട് എക്സാം എഴുതാനുള്ളതാണ് അല്ലെ. ഇച്ചു ഒരു ബിനിയ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വരെ നമുക്ക് എന്തുണ്ട്, ക്രിസ്മസ് എക്സാമിന് പഠിച്ചു തീർക്കാനുണ്ട്. നമ്മുടെ പാഠഭാഗത്തിലെ തന്നെ എന്തായിരിക്കും ഇപ്പൊ വരിക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയിട്ടുള്ള ഒരു സിലബസ് ആയിരുന്നു. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും മക്കൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതല്ലെങ്കിൽ അതേപോലുള്ള വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അങ്ങനെ മാത്രമേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഇച്ചു ഒരു ബിനിയ നമ്മൾ ഫുള്ളായിട്ട് ഇത് എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അല്ലെ. നമ്മുടെ ഇച്ചുമോന്റെയും ബിനിയ മോളുടെയും ഒരു കഥയായിരുന്നു. രണ്ടെണ്ണം എന്താണ്, ഓരോ ഉറുമ്പിനെ കണ്ടിട്ട് എനിക്ക് ഉറുമ്പാകണം, എരുമേനെ കണ്ടിട്ട് എനിക്ക് എരുമയാവണം എന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞു കഥയായിരുന്നു അല്ലെ. ആ കഥയില് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊരു സംഭാഷണത്തിന്റെ ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഫുൾ പാഠവും നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഇനി ഒരു ഭാഗവും കൂടി അതിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അതും കൂടി മക്കൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഒന്ന് പഠിച്ചിട്ടുണ്ടാവണം. കാരണം എന്താണ്, ഈ പാഠത്തിൽ നമുക്ക് മിക്കവാറും വരാൻ പോകുന്നത് ഇച്ചുവിന്റെ ഡയലോഗ്, ബിനിയയുടെ ഡയലോഗ് ഏതൊക്കെയാന്ന് വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അത് സഹി മിലാൻ കരെ, അതായത് മാച്ച് ദ ഫോളോയിങ് പോലെ ചോദിക്കാം. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാതെ ഇതേപോലെ എടുത്തെഴുതാൻ വേണ്ടി മക്കളോട് പറയും. കോൻ ബോല, ആരാണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് മക്കൾ എഴുതേണ്ടി വരും. അപ്പൊ ഈ ആരാണ് പറഞ്ഞത് എന്നുള്ളതില് ക്യാരക്ടേഴ്സിന്റെ പേര് മക്കൾ പഠിക്കണം. ഓക്കെ, ബോയ് ആയിട്ടുള്ളത് ആരായിരുന്നു, നമ്മുടെ ഇച്ചു ആന്ന് മക്കൾക്ക് അറിയാം. ഗേൾ ആയിട്ട് ആരായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മുടെ ബിനിയ എന്ന് പറയാം അല്ലെ. ഈ രണ്ട് പേരുകൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് മക്കൾ പഠിക്കണം. എന്നിട്ട് നിങ്ങളോട് ഇത് ആരൊക്കെ പറഞ്ഞ ഡയലോഗാ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം മക്കൾ എന്ത് ചെയ്യണം, ഈ 4 സെന്റൻസും നന്നായിട്ട് വായിക്കണം. എന്നിട്ട് ഇത് ആരൊക്കെ പറഞ്ഞു എന്ന് കൃത്യമായ ഒരു ഐഡിയയിലെത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പാഠഭാഗം. ഇച്ചു ഒരു ബിനിയ എന്ന് പറയുന്ന പാഠത്തിൽ നിങ്ങൾ പാഠഭാഗം നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ഇത് ആരുടെ ഡയലോഗ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ആ സന്ദർഭത്തിനനുസരിച്ച് മക്കൾ വായിച്ചിട്ട് പോവുക. ആദ്യത്തെ സെന്റൻസ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ അയ്യോ ഇതെന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ആദ്യം എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ക്യാരക്ടേഴ്സിന്റെ പേര് എഴുതുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്, മക്കൾ നന്നായിട്ട് വായിക്കുക. എന്നിട്ട് ജസ്റ്റ് ക്യാരക്ടേഴ്സിന് ഇങ്ങനെ എടുത്ത് അവിടെ വെച്ചേക്കുക. എന്നിട്ട് നിങ്ങളുടെ ആൻസർ പേപ്പറിലോട്ട് മാറ്റി എഴുതുക. അതാണ് പരിപാടി കേട്ടോ. ഓക്കെ, ആദ്യത്തെ മേ ചീണ്ടി ബന്ന ചാത്താ ഹൂം, നോക്കി ചാത്തി ഹൂം. ഞാൻ ചീണ്ടി അല്ലെ, ചീണ്ടി മീൻസ് എന്താണ്, ഉറുമ്പാണല്ലേ. ഞാന് ഉറുമ്പാകാൻ വേണ്ടിയിട്ട്, ഉറുമ്പാകാൻ ആഗ്രഹിക്കുന്നു എന്ന് ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറുമ്പാവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ആരായിരുന്നു, നമ്മുടെ ബിനിയ മോളാണ്. മിസ് എന്ത് ചെയ്യാന്നറിയോ, ഇത് ഒന്ന് നമ്പർ ഇട്ടേക്കാം. മക്കൾ ഒരിക്കലും നമ്പർ ഇട്ടിട്ട് എഴുതാൻ പാടില്ല. നിങ്ങൾ ഫുൾ സെന്റൻസ് എന്ത് ചെയ്യണം, ഇവിടേക്ക് എടുത്ത് എഴുതണം കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുൾ സെന്റൻസും അങ്ങനെ എടുത്ത് എഴുതണം. ഇത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഒന്നാമത്തത് ബിനിയാണ് പറഞ്ഞത്. നോക്കിക്കേ, ബിനിയാണ് ഒന്നാമത്തെ ഡയലോഗ് പറയുന്നത്. മക്കൾ ചെറുതായിട്ട് എന്ത് ചെയ്യുക, ബിനിയ എന്ന് എഴുതി വെക്കുക. എന്നിട്ട് മാറ്റി എഴുതിയാൽ മതി കേട്ടോ. ആദ്യം എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായില്ലേ. പിന്നെ മേ ഗന്ന ബഞ്ചാത്താഹും, ഞാൻ എന്താകാം, ഞാൻ കരിമ്പാകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആരായിരുന്നു, ഉറുമ്പ്. ഓൾറെഡി നമ്മൾ ബിനിയെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കരിമ്പാവാം, ഞാൻ എരുമയാകാം, ഞാൻ മറ്റേതാവാം, മറിച്ചേതാവാം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്ന ഒരു ടീം ഉണ്ടായിരുന്നല്ലോ. അതാരാ, ഇച്ചുമോനായിരുന്നു അല്ലെ. അപ്പം ഞാൻ കരിമ്പാകാന്ന് പറഞ്ഞത് ആരായിരുന്നു, ഇച്ചു ആണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു, ഇച്ചു എന്നുള്ളത് സൈഡിൽ എഴുതി വെക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, മുझको पानी में मजे से पड़े रहना अच्छा लगता है. ഓക്കെ, മുझे എനിക്ക്, പാനി എന്താണ്, വാട്ടർ ആണ് അല്ലെ. വാട്ടറില് മസേസെ വളരെ രസത്തില് പടേ രഹന ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട്, വെള്ളത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ സുഖമായിട്ട് ഫണ്ണായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അച്ചാലക്താഴ്ചെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു, എരുമയാവണം, ബൈൻസ് ആകണം എന്ന് ആരായിരുന്നു പറഞ്ഞത്, നമ്മുടെ ഇച്ചുമോനാണ് അല്ലെ. അപ്പൊ ഇച്ചു എന്ത് കണ്ടിട്ടാണ് ഈ ഒരു എരുമേനെ നോക്കിയിട്ട് പറയാ, എനിക്കുണ്ടല്ലോ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ ഞാൻ എരുമയാകാം എന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ചത് ആരാണ്, ഇച്ചു ആണ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തത് ആരുടേതാണ്, ഇച്ചുവിന്റെ ഡയലോഗാണ് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ലാസ്റ്റ് 4ാമത്തെ വരിയോ നോക്കിക്കേ, ഹം ബഹുത് സാരി ചീണ്ടിയാം ആയേഗി, ഞങ്ങൾ ഒരുപാട്, ബഹുത് സാരി എന്നാണ് ഒരുപാട് ചീണ്ടികൾ, ഒരുപാട് ഉറുമ്പുകൾ ആയേഗി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഏത് ഭാഗമാണെന്ന് മക്കൾക്ക് അപ്പൊ കത്തണം. എന്താണ്, കരിമ്പാവുന്ന സമയത്ത് നീ എന്നെ കഴിക്കാൻ വേണ്ടി വരണം കേട്ടോ, നീ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വരണം കേട്ടോ എന്ന് ഇച്ചു പറഞ്ഞ സമയത്ത് ബിനിയ പറഞ്ഞു, അയ്യോ ഞാൻ ഒറ്റയ്ക്കൊന്നും വരുത്തത്തില്ലേ, ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഞങ്ങൾ ബഹുത് സാരി, ഞങ്ങൾ ഒരുപാട് ഉറുമ്പുകൾ ഒരുമിച്ചേ വരത്തുള്ളൂ എന്ന് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിനിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡയലോഗ് ആരുടേതാണ്, ബിനിയയുടെയാണ്. മക്കൾ എന്ത് ചെയ്യണം, ആദ്യം ആരൊക്കെ പറഞ്ഞു എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചു. ഇനി ആൻസർ ഷീറ്റിലോട്ട് എന്ത് ചെയ്യണം, ഓരോ ഭാഗങ്ങൾ
ഇച്ചു പറഞ്ഞ ബിനിയ പറഞ്ഞ ഡയലോഗാണ് ആദ്യത്തേത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു, ഈ സെന്റൻസ് മുഴുവൻ ഇവിടെ എഴുതിയെടുക്കുന്നു. ഓക്കെ, രണ്ടാമത്തത് ഇച്ചു പറഞ്ഞ ഡയലോഗാണ്. അപ്പൊ ആ രണ്ടാമത്തെ സെന്റൻസ് മുഴുവൻ മക്കൾ ഇവിടെ എഴുതി വെക്കുന്നു. മൂന്നാമത്തത് ഇച്ചു പറഞ്ഞതാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു, മുഴുവൻ സെന്റൻസ് ഇവിടെ എഴുതി വെക്കുന്നു. പിന്നെ നാലാമത്തെ നമ്മുടെ ബിനിയാണ് പറഞ്ഞത്. അപ്പൊ മുഴുവൻ സെന്റൻസ് മക്കൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എടുത്ത് എഴുതി വെക്കുന്നു. അപ്പം 1, 2 ഒന്നും ഇടാൻ പാടില്ല, മുഴുവൻ സെന്റൻസും അതേപോലെ തന്നെ എടുത്ത് എഴുതണം. അതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് തന്നെ കേട്ടോ. അപ്പൊ ഇച്ചു മോന്റെയും ബിനിയ മോളുടെയും ഡയലോഗുകൾ നിർബന്ധമായിട്ട് മക്കൾ പാഠഭാഗം പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. നമ്മുടെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഈ കോൺവെർസേഷന്റെ ഭാഗം എന്ന് പറയുന്നത്. അത് പല രീതിയിൽ പല ടൈപ്പിൽ ചോദിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് ഒരു ടൈപ്പ് പറഞ്ഞു, ഈ ക്ലാസ്സിൽ ഇത് വേറൊരു ടൈപ്പാണ് ഇതിന്റെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ആ പാഠഭാഗം നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവണം. അപ്പൊ ക്രിസ്മസ് എക്സാമിന് നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നന്നായിട്ട് മക്കൾ പഠിക്കാൻ തുടങ്ങിക്കോളാം. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.